നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. പട്ടാമ്പി പാലം പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. പാലത്തിലൂടെ ഗതാഗതം പൂർവ്വസ്ഥിതിയിലായത് ഇരുവശങ്ങളിലും കൈവരികൾ സ്ഥാപിച്ചതോടെ പുതിയ പാലം നിർമ്മാണം സംബന്ധിച്ച നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ഷൊർണൂർ പരുത്തിപ്രയിൽ ജനജീവിതം ദുസ്സഹമാക്കി ആഫ്രിക്കൻ ഒച്ചുകൾ പെരുകുന്നു. ഒച്ചുകളുടെ ശല്യം രൂക്ഷമായത് നഗരസഭയുടെയും ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെയും അതിർത്തി പ്രദേശത്ത്. ഒച്ചുകളെ നശിപ്പിക്കാൻ മാത്രം ദിവസത്തിൽ 1-2 മണിക്കൂർ മാറ്റിവെക്കേണ്ട അവസ്ഥയെന്ന് നാട്ടുകാർ. ഗണേശോത്സവത്തിന് നാടും നഗരവും ഒരുങ്ങുന്നു. പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷ്ഠിക്കുക 5 അടി മുതൽ 17 അടി വരെ ഉയരമുള്ള 350 വിഗ്രഹങ്ങൾ. ഷൊർണൂരിൽ ഗണേശോത്സവത്തിന്റെ പ്രചരണാർത്ഥം സ്ഥാപിച്ച ബോർഡ് നശിപ്പിച്ചതിനെതിരെ ഗണേശോത്സവ സമിതിയുടെ പ്രതിഷേധം. ഓണമധുരം ഇരട്ടിയാക്കാൻ സുവർണ ചാരുതയുമായി തലപ്പള്ളിയുടെ സ്വന്തം ചെങ്ങാലിക്കോടൻ. തോട്ടങ്ങളിൽ നിന്ന് നേന്ത്രക്കുലകൾ വിപണിയിലെത്തി തുടങ്ങി. ജൈവരീതിയിൽ മലയടിവാരങ്ങളിൽ വിളയുന്ന ചെങ്ങാലിക്കോടൻ ഭൗമസൂചിക പദവി ലഭിച്ച വാഴയിനം. ഇന്ന് ദേശീയ അധ്യാപക ദിനം. അറിവിന്റെ വെളിച്ചം സമ്മാനിക്കുന്ന അധ്യാപകർക്ക് നാടിന്റെ ആദരം. വിവിധ കേന്ദ്രങ്ങളിൽ അധ്യാപക ദിനാചരണ പരിപാടികൾ. വാർത്തകൾ വിശദമായി. കൈവരി സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ച പട്ടാമ്പി പാലം പൂർണ്ണമായും ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. കൈവരികൾ സ്ഥാപിക്കുന്ന നടപടികൾ നീണ്ടുപോയതിനെ തുടർന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. പാലത്തിന്റെ ഇരുവശങ്ങളിലെയും കൈവരി സ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തീകരിച്ചതിനു ശേഷമാണ് പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. ശക്തമായ മഴയെ തുടർന്ന് കുത്തൊഴുക്കിലാണ് പാലത്തിന്റെ കൈവരികൾ തകർന്നുപോയത്. തുടർന്ന് കയറും ടാർവീപ്പയും കെട്ടി താൽക്കാലികമായി കാൽനടയാത്രയും പിന്നീട് ചെറുവാഹനങ്ങളും കടത്തിവിട്ടിരുന്നു. അതേസമയം കൈവരികൾ സ്ഥാപിക്കൽ നീണ്ടുപോയതിനെ തുടർന്ന് വലിയ തോതിൽ പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിരുന്നു. പിന്നീട് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് പാലത്തിന്റെ ഇരുവശത്തെയും കൈവരികൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. ഇതോടെയാണ് പൂർണ്ണമായും പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാനായത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ പരുത്തിപ്രയിൽ ജനജീവിതം ദുസ്സഹമാക്കി ആഫ്രിക്കൻ ഒച്ചുകൾ പെരുകുന്നു. കഴിഞ്ഞ 3 വർഷത്തോളമായി പ്രദേശവാസികൾ ഈ ദുരിതം പേറുകയാണ്. സമീപകാലത്ത് ഒച്ചുകൾ വൻതോതിൽ പെരുകിയത് പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. കുളപ്പുള്ളി ചുവന്ന ഗേറ്റ് പ്രദേശത്തായിരുന്നു നേരത്തെ ഒച്ചുകളുടെ ശല്യം രൂക്ഷമായിരുന്നത്. എന്നാൽ ആഫ്രിക്കൻ ഒച്ചുകൾ മറ്റ് മേഖലകളിലേക്കും പടരുകയാണ്. ഷൊർണൂർ പരുത്തിപ്ര ഭാഗത്ത് ഒച്ചുകളുടെ സാന്നിധ്യം മൂലം ജനജീവിതം ദുസ്സഹമായി കഴിഞ്ഞു. 3 വർഷത്തോളമായി ഈ പ്രതിസന്ധി നിലനിൽക്കുകയാണെന്നും ഒച്ചുകളെ നശിപ്പിക്കാൻ മാത്രം ദിവസവും 1-2 മണിക്കൂറുകൾ ചിലവഴിക്കേണ്ട അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. ഷൊർണൂർ നഗരസഭയിൽ പരുത്തിപ്പറയിലെ 28ാം വാർഡാണത്. ഇവിടെ ഒരു 3 വർഷത്തോളമായിട്ട് ഒച്ചിൻ്റെ ഭീകരമായിട്ടുള്ള ഒരു ശല്യം എല്ലാ സ്ഥലത്തും ഈ നമ്മുടെ ഓങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ കൂടെ നിന്ന് തുടങ്ങി അവിടുന്ന് ഇങ്ങോട്ട് ആ റോഡ് സൈഡിലുള്ള വീടുകൾക്കും അതെല്ലാവർക്കും ഭയങ്കര ശല്യമാണ് ഉള്ളത്. അത് 3 വർഷമായി തുടങ്ങിയിട്ട് അത് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ കുറയുന്നില്ല. ഇപ്പം ഞങ്ങളൊക്കെ ദിവസവും 2 മണിക്കൂർ, രാവിലെ 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ ഈ ഒച്ചിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മെനക്കെടുകയാണ്. ഉപ്പ് വിതറിയാണ് ഒച്ചുകളെ നശിപ്പിക്കുന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെയും ഷൊർണൂർ നഗരസഭയുടെയും അതിർത്തി പ്രദേശമാണിത്. കഴിഞ്ഞ 1-2 വർഷമായി ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യം സംബന്ധിച്ച പരാതി ഉയരുന്നുണ്ടെങ്കിലും അധികൃതർ കാര്യമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. വീടുകളിലും പൊതുസ്ഥലങ്ങളിലും മാത്രമല്ല ജലസ്രോതസ്സുകളിലും ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യമുണ്ട്. ആഫ്രിക്കൻ ഒച്ചുകൾ പലവിധ രോഗങ്ങളും പടർത്തുമെന്ന ആശങ്കയും പ്രബലമായ സാഹചര്യത്തിൽ പ്രദേശത്തു നിന്ന് ആഫ്രിക്കൻ ഒച്ചുകളെ നിർമ്മാർജ്ജനം ചെയ്യാൻ സത്വര നടപടിയുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രദേശത്തെ കർഷകർക്കും ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യം വൻ ഭീഷണിയായി കഴിഞ്ഞു. ഒച്ചിൻ്റെ ശല്യം കാരണം ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മുനിസിപ്പാലിറ്റിയോ ആരോഗ്യവകുപ്പോ ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണമെന്ന്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഗണേശോത്സവത്തിന് നാടും നഗരവും ഒരുങ്ങുന്നു. ഗണേശ വിഗ്രഹങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് വിവിധ ആഘോഷ കമ്മിറ്റികൾ. പാലക്കാട് വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ഗണേശപ്രീതി വരുത്തി വിഘ്നങ്ങൾ തീർക്കുന്നതിനാണ് ഭക്തർ ഗണേശോത്സവം കൊണ്ടാടുന്നത്. ഗണേശോത്സവത്തിന്റെ ഭാഗമായി വിഗ്രഹങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് ഉത്സവ കമ്മിറ്റികൾ. ചിങ്ങമാസത്തിലെ ചതുർത്ഥിയാണ് ഗണേശോത്സവമായി ഭക്തർ ആഘോഷിക്കുന്നത്. ശിവപാർവതിമാരുടെ പുത്രനായ ഗണപതി കലയുടെയും ശാസ്ത്രത്തിന്റെയും അറിവിന്റെയും അധിപനെന്നാണ് വിശ്വാസം. ഇഷ്ട ഭർത്തൃലബ്ധി, ദാമ്പത്യ ദുരിതമോചനം എന്നിവയ്ക്കായി
ഗണേശവ്രതം അനുഷ്ഠിക്കുന്നവരും ഏറെയാണ്. ദേവന്മാരുടെ വിഘ്നങ്ങൾ ഇല്ലാതാക്കാനാണ് ഗണപതി ജനിച്ചതെന്ന വിശ്വാസവും ചിങ്ങമാസത്തിലെ ചതുർത്ഥി ദിനത്തിൽ ഭൂമിയിലെ ഭക്തർക്ക് ഗണപതി ദർശനം നൽകുമെന്ന വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. ശുക്ലചതുർത്ഥി മുതൽ അനന്ത ചതുർദശ വരെ നീണ്ടുനിൽക്കുന്ന ദശദിന ഗണേശോത്സവ ആഘോഷ പ്രതിഷ്ഠയ്ക്കായി മദ്രാസ്, പോണ്ടിച്ചേരി, കാഞ്ചീപുരം, ചിന്ന കാഞ്ചീപുരം എന്നിവിടങ്ങളിൽ നിന്നാണ് വിഗ്രഹങ്ങൾ എത്തിക്കുന്നതെന്ന് പാലക്കാട്ടെ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് സുദേവൻ പറഞ്ഞു. പ്രകൃതിക്ക് ഹാനികരമല്ലാത്ത പേപ്പർ പൾപ്പിൽ തീർത്ത തല, കാൽ, കൈ, തുമ്പിക്കൈ, ഉടൽ, കിരീടം എന്നീ ഭാഗങ്ങളെത്തിച്ച് കൂട്ടിയോജിപ്പിച്ച് വാട്ടർ കളർ കൊണ്ട് വൈവിധ്യമാർന്ന നിറങ്ങൾ ചേർക്കും. ഉയരം, വീതി എന്നിവ കണക്കാക്കിയാണ് വില നിശ്ചയിക്കുന്നത്. 5 അടി മുതൽ 17 അടി വരെ ഉയരമുള്ള 350 വിഗ്രഹങ്ങളാണ് പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി പ്രതിഷ്ഠിക്കുന്നത്. പാലക്കാട് ഗണേശോത്സവം 33ാമത്തെ കൊല്ലമാണ് പാലക്കാട് തുടക്കം കുറിച്ചിട്ടുള്ളത്. 33ാമത്തെ കൊല്ലത്തിൽ അതിഗംഭീരമായിട്ട് പാലക്കാട് ജില്ലാ ഗണേശോത്സവം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിഗംഭീരമായിട്ട് മാലിന്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ പാസ്റ്റർ പരീക്ഷ കാര്യങ്ങളല്ലാതെ നമ്മുടെ മാലിന്യ കൽപ്പാത്തിപ്പടയിൽ ഒഴുക്കാനാണ് തീരുമാനിച്ചത്. ഒഴുക്കിക്കഴിഞ്ഞാൽ 20 മിനിറ്റ് തൊട്ട് 25 മിനിറ്റിൽ കംപ്ലീറ്റ് ഒഴുകി പോകുന്ന സംവിധാനങ്ങളിലെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ഒരു ഗണേശോത്സവം ഒരു 10-15 വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. 33ാമത്തെ വർഷത്തെ ഗണേശോത്സവമാണ്. കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു ഗണേശോത്സവമായിട്ട് പാലക്കാട് തുടങ്ങിയത്. അതിഗംഭീരമായിട്ട് വർഷം തോറും 15, 20, 25 ഈ ഒരു ഗണേശോത്സവം ഈ ശോഭായാത്രയിൽ 300-350 ഗണപതിയോളം ശോഭായാത്രയിൽ പങ്കെടുക്കും. ശോഭായാത്ര അതിഗംഭീരമായിട്ട് ഭക്തിപ്രധാനമായിട്ട് 11 ദിവസം ഈ പൂജയ്ക്ക് വെച്ച് 11ാമത്തെ ദിവസമാണ് ഈ ഗണേശോത്സവ വിഗ്രഹം ഒഴുക്കുന്നത്. 10 ദിനം നീണ്ടു നിൽക്കുന്ന പൂജകൾക്ക് ശേഷം ഗണേശ ശ്രുതിയുടെയും ഗണേശ മന്ത്രങ്ങളുടെയും നിറവിൽ ഘോഷയാത്രയോടെ നദികളിൽ നിമജ്ജനം ചെയ്യുന്നതോടെ ഗണേശോത്സവത്തിന് സമാപനമാകുമെന്ന് ഗണേശോത്സവ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് ശിവഗിരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരിൽ ഗണേശോത്സവത്തിന്റെ പ്രചരണാർത്ഥം സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. അതിക്രമത്തിനെതിരെ ഗണേശോത്സവ സമിതി പ്രതിഷേധ പ്രകടനം നടത്തി. പ്രദേശത്ത് ഹൈന്ദവ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ രാത്രി തന്നെ പുതിയ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു. ഷൊർണൂർ ബാലഭദ്രാദേവി ക്ഷേത്രത്തിന്റെ പ്രവർത്തന പ്രചരണാർത്ഥം സ്ഥാപിച്ച ഗണേശോത്സവത്തിന്റെ ഫ്ലക്സ് ബോർഡുകളാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചതെന്ന് ഗണേശോത്സവ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഇതിനെതിരെയാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. ഷൊർണൂർ മണ്ഡലത്തിലും മഞ്ഞക്കാട് ബാലഭദ്രാദേവി ക്ഷേത്രത്തിലും വലിയ പ്രവർത്തനങ്ങളാണ് ഗണേശോത്സവത്തിന്റെ ഭാഗമായി നടന്നുവരുന്നത്. ഇതിൽ അസഹിഷ്ണുത പൂണ്ടവരാണ് അക്രമത്തിന് പിന്നിലെന്നും ഗണേശോത്സവ സമിതി ആരോപിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് ശേഷം പ്രദേശത്ത് പുതിയ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു. ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നാൽ ശക്തമായി പ്രതികരിക്കുമെന്ന് ഗണേശോത്സവ സമിതി മുന്നറിയിപ്പ് നൽകി. ഇവിടെയുള്ള ഭക്തജനങ്ങളുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ ഈ പ്രദേശത്ത് വരുമ്പോൾ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരുന്നു. അവിടെ നിന്ന് അന്തിത്തിരി കത്തിച്ച് പ്രവർത്തനം തുടങ്ങിയതാണ് ഇവിടെയുള്ള സംഘപ്രസ്ഥാനങ്ങൾ, RSS പോലുള്ള പ്രസ്ഥാനങ്ങൾ. അവിടെ നിന്നാണ് ഈ ക്ഷേത്രം ഈ തരത്തിലുള്ള പുരോഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. രാജീവ് ഗോപകുമാർ, മനോജ് ആറാണി, സുരേഷ് ബാബു കണയം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ഈ അധ്യാപക ദിനത്തിൽ കുഴപ്പക്കാരായ കുറച്ചധികം വിദ്യാർത്ഥികളെ നേർവഴിയിലേക്ക് നയിച്ചൊരു അധ്യാപകനുണ്ട് ചെറുതുരുത്തിയിൽ. അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിച്ച് വർഷങ്ങളേറെയായെങ്കിലും ഒരു ഫിലിം ഫുട്ടേജ് പോലെ ഇപ്പോഴും ആ കാലത്തെ അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. ആ ഓർമ്മകളിലേക്ക്. ചെറുതുരുത്തി കൊരട്ടിയിൽ വീട്ടിൽ KM യൂസഫ് മാസ്റ്റർക്ക് പ്രായം 85 ആയെങ്കിലും തൻ്റെ അധ്യാപന കാലത്തെ ഓർമ്മകൾ കളറിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ഇങ്ങനെ നിറഞ്ഞോടുന്നുണ്ട്. വടക്കഞ്ചേരി സർക്കാർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ച കാലത്തെക്കുറിച്ചാണ് അദ്ദേഹം കൂടുതലായും വാചാലനായത്. പൊതുവെ ആ കാലത്ത് അച്ചടക്കമില്ലാത്ത സ്കൂൾ എന്നായിരുന്നു വടക്കഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനെ കുറിച്ചുള്ള അപവാദം. രാവിലത്തെ അസംബ്ലിക്ക് എല്ലാ വിദ്യാർത്ഥികളും ഉണ്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ആരെയും ക്ലാസ്സിൽ കാണാത്തൊരവസ്ഥയുമാണ്. ഇതിനു പിന്നിലെ രഹസ്യം എന്തെന്ന് അന്വേഷിച്ചപ്പോഴാണ് സമീപത്തെ തിയേറ്ററിലേക്കാണ് ഈ കുട്ടികളൊക്കെ പോകുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചത്. ഒരു ദിവസം വിദ്യാർത്ഥികളുടെ കള്ളം കൈയോടെ അദ്ദേഹം പിടികൂടി. തിയേറ്ററിലേക്ക് നേരിട്ട് എത്തുകയും ഇന്റർവെൽ സമയത്ത് കുട്ടികളെ പുറത്തിറക്കി സ്കൂളിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു. അവരെ സ്കൂളിലേക്ക് വരിയായിട്ട് കൊണ്ടുവന്ന് അങ്ങനെ സ്കൂളിൽ ഡിസിപ്ലിൻ, അച്ചടക്കം വളരെയധികം ഭംഗിയായിട്ട് എനിക്ക് നിർവഹിക്കാൻ സാധിച്ചതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും അച്ചടക്കമുള്ള ഒരു വിദ്യാലയമായിട്ട് മാറ്റാൻ സാധിച്ചു. രക്ഷിതാക്കളുടെ അപേക്ഷ മൂലമാണ് വിദ്യാർത്ഥികൾക്ക് TC നൽകാതിരുന്നതെന്നും അദ്ദേഹം പറയുന്നു.
ചെറുതുരുത്തി കൊർട്ടിയിൽ വീട്ടിൽ ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ KV മൊയ്തീൻകുട്ടിയുടെയും ഐഷുമ്മയുടെയും 9 മക്കളിൽ രണ്ടാമത്തെ മകനായിട്ടായിരുന്നു ജനനം. ചെറുതുരുത്തി ഹൈസ്കൂളിലെ പഠനത്തിനു ശേഷം തൃശൂരിൽ തുടർപഠനം നടത്തുകയും തുടർന്ന് തൃശൂരിൽ നിന്ന് തന്നെയാണ് അധ്യാപന ജീവിതത്തിന് തുടക്കം കുറിച്ചത്. ശേഷം ചെറുതുരുത്തിയിൽ അധ്യാപകനായി എത്തുകയായിരുന്നു. വെട്ടിക്കാട്ടിരി സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപികയായ PP നൂർജഹാനാണ് സഹധർമ്മിണി. അധ്യാപന കാലത്ത് തന്നെ യൂസഫ് മാസ്റ്റർ രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു. സുഹൃത്തായ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ പാർട്ടിയായ കോൺഗ്രസ് എസിലെ ജില്ലാ വൈസ് പ്രസിഡന്റായി ഇപ്പോഴും അദ്ദേഹം തുടരുന്നു. കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന ആള് ഗാന്ധിയുടെ ആദർശങ്ങളനുസരിച്ച് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിനോട് എനിക്ക് പ്രത്യേകിച്ച് കടപ്പാടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഗാന്ധിജൻ ആദർശങ്ങളെ പ്രചരിപ്പിക്കുന്നതിന് വളരെയധികം എനിക്ക് താല്പര്യം തോന്നി. അങ്ങനെ ഗാന്ധിജനായിട്ട് ജീവിക്കാനായിട്ട് എനിക്ക് ആഗ്രഹം തോന്നി. അങ്ങനെ ആ ആഗ്രഹം വെച്ചുകൊണ്ടാണ് പിന്നീടുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ പ്രവർത്തിച്ചിരുന്നത്. വിവിധ മാധ്യമങ്ങളിലായി അദ്ദേഹം എഴുതിയ ലേഖനങ്ങളും പുറത്തിറങ്ങിയിട്ടുണ്ട്. അധ്യാപനത്തിന് നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ദേശീയ അധ്യാപക ദിനത്തിൽ മണ്ണൂർ ഞാറക്കോട് NC രാമൻകുട്ടി ജനകീയ വായനശാലയുടെയും മണ്ണൂർ പെരടിക്കുന്ന് കരുണാകരൻ സ്മാരക വായനശാലയുടെയും ആഭിമുഖ്യത്തിൽ അക്ഷരവെളിച്ചം പകർന്നു നൽകിയ അധ്യാപകരെ ആദരിച്ചു. അധ്യാപികമാർക്ക് മണ്ണൂർ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ ഉപഹാരം സമ്മാനിച്ചു. 1984 അധ്യാപന ജീവിതം ആരംഭിച്ച് നീണ്ട 37 വർഷക്കാലം ഞാൻ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് ഒരുപാട് ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ നേതൃത്വ പദവിയിലെത്തി ഈ നാടിൻ്റെ ആകെ ഒരു ജനപ്രിയ അധ്യാപികയായി മാറിയ അവരെ ആദരിക്കണമെന്നാണ്. ഒരുപാട് അധ്യാപകരുണ്ട്, റിട്ടയർഡായ ആളുകൾ, സർവീസിലുള്ള ആളുകളെല്ലാം ഈ പ്രദേശത്തുണ്ട്, ഈ വായനശാലയുടെ പ്രദേശത്ത്. ഞങ്ങൾ ആലോചിച്ചപ്പോൾ അതിൽ ഏറ്റവും അർഹയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയ, കാരണം ഇവിടെ സർവീസ് തുടങ്ങി ആ സർവീസ് കാലയളവ് മുഴുവൻ ഇവിടെ പ്രവർത്തിക്കുകയും ഈ നാടിൻ്റെ ആകെ ഒരു അധ്യാപികയായി മാറുകയും ചെയ്ത വിശാല ടീച്ചറെ കണ്ട് അതിൻ്റെ ഒരു പ്രസക്തി എന്ന നിലയ്ക്കാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. 37 വർഷത്തോളമായി അധ്യാപികയായി സേവനമനുഷ്ഠിച്ച മങ്കര പൂലോടി LP സ്കൂളിലെ റിട്ടയർഡ് പ്രധാനാധ്യാപിക വിശാലാക്ഷി ടീച്ചറെയും 29 വർഷത്തോളമായി അധ്യാപന സേവനമനുഷ്ഠിച്ച മണ്ണൂർ കിഴക്കമ്പുറം AJBSലെ റിട്ടയർഡ് പ്രധാനാധ്യാപിക സുജ ടീച്ചറെയുമാണ് ആദരിച്ചത്. ഇരുവരെയും വീട്ടിലെത്തിയാണ് ഉപഹാരം നൽകി ആദരിച്ചത്. ചടങ്ങിൽ VK മുരളി, മണ്ണൂർ പഞ്ചായത്ത് അംഗം BC പ്രീത, NC മനോജ്, NR രവീന്ദ്രൻ, NC രമണി, ചന്ദ്രൻ, രാധാകൃഷ്ണൻ, സുരേഷ്, M സുരേഷ്, V രവീന്ദ്രൻ, P അബ്ദുൽ ഹക്കീം, K അനിൽകുമാർ, സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓണത്തിന്റെ മധുരം ഇരട്ടിയാക്കാൻ സുവർണ ചാരുതയുമായി ചെങ്ങാലിക്കോടൻ. തൃശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്കിന് സ്വന്തമാണ് ചെങ്ങാലിക്കോടൻ പെരുമ. ഭൗമസൂചിക പദവി ലഭിച്ച വാഴയിനം കൂടിയാണിത്. ഓണം മധുരപൂർണ്ണമാക്കാൻ ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുലകൾ തോട്ടങ്ങളിൽ നിന്ന് വിപണിയിലേക്ക് എത്തിത്തുടങ്ങി. തൃശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്കിലാണ് ചെങ്ങാലിക്കോടൻ കൃഷിയുള്ളത്. വടക്കാഞ്ചേരി ബ്ലോക്കിലെ എരുമപ്പെട്ടി, വേലൂർ, മുണ്ടത്തിക്കോട് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ഈ ഇനം കൃഷി ചെയ്യുന്നത്. ഭൗമസൂചിക പദവി ലഭിച്ച വാഴയിനം കൂടിയാണിത്. ജൈവരീതിയിൽ മലയടിവാരങ്ങളിലാണ് ചെങ്ങാലിക്കോടൻ വിളയിക്കുന്നത്. കുലച്ച് 20 മുതൽ 25 ദിവസത്തിനുള്ളിൽ ഉണങ്ങിയ വാഴയിലകളും ചാക്കുമൊക്കെ ഉപയോഗിച്ച് കുല പൊതിയുന്നു. നല്ല നിറമുള്ളതിനാൽ പക്ഷികൾ നശിപ്പിക്കാതിരിക്കാനും കുലയ്ക്ക് നിറമുണ്ടാകാനും നല്ല തുടമുള്ള കുലകൾ ലഭിക്കാനുമാണിത്. 10-10.5 മാസത്തിനുള്ളിൽ വിളവെടുക്കാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഉരുണ്ട തുടമുള്ള ആനക്കൊമ്പുകളോട് സദൃശമായ വാഴപ്പഴമാണ് ചെങ്ങാലിക്കോടൻ. മറ്റ് നേന്ത്ര ഇനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ 12 മുതൽ 25 കിലോഗ്രാം വരെ തൂക്കമുള്ള കുലകളുണ്ടാകും. പടലകൾ പിരിഞ്ഞ് ആനക്കൊമ്പ് പോലുള്ള കായകൾ പഴുക്കുമ്പോൾ സ്വർണ്ണവർണ്ണമാകും. അതിൽ കര പോലെ തവിട്ടു നിറത്തിലുള്ള നീളൻ വരകളും രൂപപ്പെടും. നേന്ത്രപ്പഴങ്ങളിൽ ഏറ്റവും കൂടുതൽ രുചിയുള്ളത് ചെങ്ങാലിക്കോടനാണ്. പുഴുങ്ങുമ്പോൾ മധുരം കൂടുന്ന പഴങ്ങൾ. ഇങ്ങനെ ഗുണഗണങ്ങൾ അധികമുള്ള സുന്ദരനാണ് ചെങ്ങാലിക്കോടൻ. ഉപ്പേരിയുണ്ടാക്കാനും പഴം നുറുക്കിനും ശർക്കര വരട്ടിക്കും ധാരാളമായി ചെങ്ങാലിക്കോടൻ ഉപയോഗിക്കുന്നുണ്ട്. മച്ചാട് മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കാഞ്ചേരി പുഴയുടെ ചെങ്ങഴി ഭാഗത്തെ തീരങ്ങളിലാണ് ചെങ്ങാലിക്കോടൻ പിറന്നതെന്ന് വിശ്വസിക്കുന്നു. നെല്ലുവായ് മുതൽ വടക്കാഞ്ചേരി പുഴ ഗതിമാറി ഒഴുകുമ്പോൾ നിക്ഷേപിക്കപ്പെടുന്ന എക്കലാണ്
ഈ വാഴ ഇനത്തിന് അതിൻ്റെ ഗുണവും രുചിയും രൂപവുമൊക്കെ നൽകുന്നത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ വാഴകൾക്കാണ് പെരുമ കൂടുതൽ. രാജഭരണകാലത്ത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തിയിരുന്ന മുറജപത്തിന് പ്രത്യേക കാഴ്ചദ്രവ്യമായി ചെങ്ങാലിക്കോട് നാട്ടുരാജ്യത്തിൽ നിന്ന് കൊണ്ടുപോയിരുന്നത് ചെങ്ങാലിക്കോടൻ്റെ ലക്ഷണമൊത്ത കുലയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാഴ്ചക്കുലകളായി സമർപ്പിക്കുന്ന തൃശ്ശൂരിൻ്റെ സ്വകാര്യ അഹങ്കാരം കൂടിയാണ് ചെങ്ങാലിക്കോടൻ. എരുമപ്പെട്ടി, വേലൂർ, വരവൂർ, മുള്ളൂർക്കര, തെക്കുംകര, കടങ്ങോട്, മുണ്ടത്തിക്കോട്, കൈപ്പറമ്പ്, മുണ്ടൂർ, ചൂണ്ടൽ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴ കൃഷി വ്യാപകമാണ്. വരവൂർ പഞ്ചായത്തിൽ കുടുംബശ്രീ സംഘങ്ങളുടെ നേതൃത്വത്തിൽ വൻതോതിൽ ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിയുടെ പ്രോത്സാഹനത്തിനും വിപണനത്തിനുമായി എരുമപ്പെട്ടി, കരിയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ചെങ്ങാലിക്കോടൻ നേന്ത്രപ്പഴത്തിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുണ്ടാക്കി വിപണനവും നടത്തുന്നുണ്ട്. ഉരുണ്ട നല്ല തുടത്തോടുകൂടിയ പഴം ഇപ്പോൾ 1 കിലോ പഴത്തിന് 70 രൂപ മുതൽ മുകളിലോട്ടാണ് വില. എൻ്റെ പേര് മണികണ്ഠൻ എന്നാണ്. ഞാൻ വരവൂർ പഞ്ചായത്തിലെ നടുവട്ടം എന്ന പ്രദേശത്താണ്. നമ്മളെ കൃഷികൾ, നമ്മളെ വീട് അവിടെയാണ്. അപ്പോൾ ചങ്ങാലിക്കോടൻ വാഴ ഒരു 20 വർഷമായിട്ട് ചെയ്തു വരുന്നുണ്ട്. ഒരു 300-400 വാഴയൊക്കെ ചങ്ങാലിക്കോടൻ വയ്ക്കാറുണ്ട്. പ്രാവശ്യം ഒരു 300 വാഴ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരു 200 വാഴ നമുക്ക് ആദ്യം തന്നെ വെട്ടിപ്പോയി. പ്രാവശ്യം ഓണം ലാസ്റ്റ് ആവുക കാരണം ആദ്യം തന്നെ കായ വെട്ടിപ്പോയി. അത് കുഴപ്പമില്ലാത്ത നല്ല വിളവുണ്ടായിരുന്നു. നമുക്ക് ആ സമയത്ത് 60 രൂപ വിലയും കിട്ടി. ഒരു 15 to 20 കിലോ വരെ തൂക്കമുള്ള കായകളുണ്ടായിരുന്നു. അത് കാരണം ഇപ്രാവശ്യം നല്ല രീതിയിലുള്ള വിളവ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു 100 വാഴ താഴെയാണ് നമുക്ക് വെട്ടാനുള്ളത്. അതേസമയം കാലാവസ്ഥാ വ്യതിയാനം വിളവെടുപ്പിനെ ബാധിച്ചെന്ന് കർഷകർ പറയുന്നു. ജൂലൈ മാസത്തിലെ ശക്തമായ കാറ്റിലും മഴയിലും നിരവധി വാഴകളാണ് ഒടിഞ്ഞു വീണത്. വാഴകൾ കേടുവന്ന് ഇലകൾ പഴുത്ത് ഒടിഞ്ഞു വീണതും കർഷകരെ ഏറെ പ്രയാസത്തിലാക്കി. കായകൾ മൂത്തതോടെ പലയിടത്തും കുലകൾ വെട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഓണത്തിന് ഇനിയുമുണ്ട് ദിനങ്ങൾ. അതിനാൽ ഓണനാളുകളിൽ വില സെഞ്ചുറി അടിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച ചുറ്റുമതിലിന്റെയും പ്രവേശന കവാടത്തിന്റെയും ഉദ്ഘാടനം നടന്നു. നവകേരള സദസ്സിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയ മതിൽ SSAയുടെയും MLA ഫണ്ടും ഉപയോഗിച്ചാണ് നവീകരിച്ചത്. നവീകരിച്ച ചുറ്റുമതിലിന്റെയും പ്രധാന കവാടത്തിന്റെയും പ്രവേശന കവാടത്തിന്റെയും ഉദ്ഘാടനം കെ രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. ചേലക്കര MLA ആയിരുന്ന കെ രാധാകൃഷ്ണന്റെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപയും SSAയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 6 ലക്ഷം രൂപയും ചേർന്നാണ് ചുറ്റുമതിലും പുതിയൊരു കവാടവും നിർമ്മിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം P. സാബിറ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. നിർമ്മലാദേവി, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ R. പ്രിയ, SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ NJ ബിനോയ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MV സുചിത്ര, PM നൌഫൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PA യൂസഫ്, M. ബിന്ദു, താജുന്നീസ, പഞ്ചായത്ത് സെക്രട്ടറി NM ഷെരീഫ്, PTA പ്രസിഡന്റ് MM മുഹമ്മദ് ഹനീഫ, SMC ചെയർമാൻ സുബിൻ ചെറുതുരുത്തി, മാതൃസംഘം പ്രസിഡന്റ് KK സുജിത, സ്റ്റാഫ് സെക്രട്ടറിമാരായ ജോസ് ജെയിംസ്, C. അനസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ M. പ്രീതി സ്വാഗതവും പ്രധാന അധ്യാപിക ആൻസിയമ്മ മാത്യു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ദേശമംഗലം മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെന്ററിന് തുടക്കമായി. ആദ്യ ബാച്ചിന്റെ പ്രവേശനോത്സവം LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ M. അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ നൂതന ആശയങ്ങളും പ്രൊജക്റ്റുകളും പൂർണ്ണാർത്ഥത്തിൽ വികസിപ്പിച്ചെടുത്ത് അവരെ സ്വയം സംരംഭകരാക്കി മാറ്റുവാനുള്ള മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കിക്കൊടുക്കുന്ന സ്ഥലമാണ് മലബാർ കോളേജിലെ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെന്റർ. ഒരു വർഷത്തിനുള്ളിൽ 100ഓളം പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനികൾ മലബാർ കോളേജിൽ പിറവിയെടുക്കും. ഇതിലൂടെ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇന്റേൺഷിപ്പ്, പ്ലേസ്മെന്റ്, ട്രെയിനിങ് തുടങ്ങിയവയും ലഭിക്കും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ നേടിയ അപൂർവം ചില കോളേജുകളിൽ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നാണ് മലബാർ കോളേജ് എന്നുള്ളതും നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നതിൽ ഏറെ അഭിമാനിക്കാം. ഇതാ മറ്റൊരു സംരംഭത്തിന് കൂടി ഇന്ന് തുടക്കമാവുകയാണ്. ആഡം ഗ്രൂപ്പ് ഓഫ് UK-യിലും വിദേശത്തും 10-14ഓളം കൺട്രികളിൽ നിറഞ്ഞു നിൽക്കുന്ന ആഡം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇതാ ഈ കോളേജിൽ വന്ന് ഇന്ന് ഇൻക്യുബേഷൻ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ കോളേജ് ചെയർമാൻ ഡോക്ടർ KS ഹംസ അധ്യക്ഷനായി. UAE ആസ്ഥാനമായ ആദം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഫൈസൽ മുഹമ്മദിൽ നിന്നും ധാരണാപത്രം പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു ഏറ്റുവാങ്ങി. ഡോക്ടർ TM മൻസൂർ അലി ക്ലാസ് എടുത്തു. PTA പ്രസിഡന്റ് ഡോക്ടർ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. കോളേജ് ഡയറക്ടർ ഡോക്ടർ TM മൻസൂർ അലി സ്വാഗതവും കോളേജ് പ്രൊഫസർ ഷാജഹാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി പാലം പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. പാലത്തിലൂടെ ഗതാഗതം പൂർവ്വസ്ഥിതിയിലായത് ഇരുവശങ്ങളിലും കൈവരികൾ സ്ഥാപിച്ചതോടെ പുതിയ പാലം നിർമ്മാണം സംബന്ധിച്ച നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ഷൊർണൂർ പരുത്തിപ്രയിൽ ജനജീവിതം ദുസ്സഹമാക്കി ആഫ്രിക്കൻ ഒച്ചുകൾ പെരുകുന്നു. ഒച്ചുകളുടെ ശല്യം രൂക്ഷമായത് നഗരസഭയുടെയും ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെയും അതിർത്തി പ്രദേശത്ത്. ഒച്ചുകളെ നശിപ്പിക്കാൻ മാത്രം ദിവസത്തിൽ 1-2 മണിക്കൂർ മാറ്റിവെക്കേണ്ട അവസ്ഥയെന്ന് നാട്ടുകാർ. ഗണേശോത്സവത്തിന് നാടും നഗരവും ഒരുങ്ങുന്നു. പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷ്ഠിക്കുക 5 അടി മുതൽ 17 അടി വരെ ഉയരമുള്ള 350 വിഗ്രഹങ്ങൾ. ഷൊർണൂരിൽ ഗണേശോത്സവത്തിന്റെ പ്രചരണാർത്ഥം സ്ഥാപിച്ച ബോർഡ് നശിപ്പിച്ചതിനെതിരെ ഗണേശോത്സവ സമിതിയുടെ പ്രതിഷേധം. ഓണമധുരം ഇരട്ടിയാക്കാൻ സുവർണ ചാരുതയുമായി തലപ്പള്ളിയുടെ സ്വന്തം ചെങ്ങാലിക്കോടൻ. തോട്ടങ്ങളിൽ നിന്ന് നേന്ത്രക്കുലകൾ വിപണിയിലെത്തി തുടങ്ങി. ജൈവരീതിയിൽ മലയടിവാരങ്ങളിൽ വിളയുന്ന ചെങ്ങാലിക്കോടൻ ഭൗമസൂചിക പദവി ലഭിച്ച വാഴയിനം. ഇന്ന് ദേശീയ അധ്യാപക ദിനം. അറിവിന്റെ വെളിച്ചം സമ്മാനിക്കുന്ന അധ്യാപകർക്ക് നാടിന്റെ ആദരം. വിവിധ കേന്ദ്രങ്ങളിൽ അധ്യാപക ദിനാചരണ പരിപാടികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.